കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ 6 ദിവസത്തെ ധർമ്മപ്രഭാഷണ പരമ്പര അവസാനിച്ചു. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്നും നിയന്ത്രിക്കാൻ മനസ്സിനെ പഠിപ്പിക്കണമെന്നും ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു. സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് ത്യജിച്ചിട്ട്, അപ്പോൾ എപ്പോഴാണ് കാമങ്ങൾ ത്യജിക്കപ്പെടുന്നത്? വിവേകത്തിലൂടെ, നിരന്തരമായ വിചാരത്തിലൂടെ പരിമിതങ്ങളായ കാമങ്ങൾ അപ്രസക്തമായി തീരുന്നു. ഒരു വസ്തുവിലും കാമമില്ല, ഒരു വസ്തുവും ഒട്ട് കാമ്യവുമല്ല. നമ്മൾ നമ്മുടെ സങ്കല്പത്തെ കൊണ്ടാണ് അതിനെ കാമ്യമാക്കി തീർക്കുന്നത്. അവസാന ദിവസവും ചിദാനന്ദപുരി സ്വാമികളുടെ പ്രഭാഷണം കേൾക്കാൻ നിരവധി ഭക്തരാണ് മുതലക്കുളം മൈതാനിയിലേക്ക് എത്തിയത്. അമ്മമാരും കുട്ടികളും അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായമായ ധ്യാനയോഗം ഉദ്ധരിച്ചായിരുന്നു സമാപനം. വിവേകത്തിലൂടെയാണ് പരിമിതമായ കാമങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതെന്ന് ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു. കൊള്ളാമല്ലോ എന്നുള്ള നമ്മുടെ ബുദ്ധിയാണ് കാമത്തിന്റെ മൂലം. ഇത് അപേക്ഷികമാണ്, നിരപേക്ഷമല്ല. സങ്കല്പങ്ങൾക്കുപരി നമ്മുടെ അധ്യവസായത്തെ, ബുദ്ധിയെ, നിശ്ചയത്തെ നേടിയിട്ട് ഇവയെ പൂർണ്ണമായും മനസ്സുകൊണ്ട് നിയമിച്ചിട്ട് ആ മനസ്സിനെ കൊണ്ട് വേണം ഇന്ദ്രിയങ്ങളെ നിയമിക്കാൻ. ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് മനസ്സാണ്. ഇന്ദ്രിയങ്ങളുടെ പുറകെ മനസ്സ് പോകരുതെന്നും അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയ സമൂഹം മനസ്സിന്റെ വരുതിയിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികൂലമായതിൽ നിന്നും ഇന്ദ്രിയ സമൂഹത്തെ നിയന്ത്രിക്കണമെന്നും ചിദാനന്ദപുരി സ്വാമികൾ ഓർമ്മിപ്പിച്ചു. ജനം, കോഴിക്കോട്.